എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു 9 to 5 ജോബ് എന്ന് പറയുന്നതിനോട് എനിക്കൊരു ഭയങ്കരമായ വിരക്തി ഉണ്ടായിരുന്നു. എന്ത് തരാ ഇപ്പൊ എന്താ 10 to 10 ജോബ്? അല്ല, ഇപ്പൊ എന്താ വെച്ചാൽ ദർ ഇസ് എ ബിഗ് അൺപ്രഡിക്റ്റബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ലാസ്റ്റ് ഫ്രൈഡേ. എന്റെ 3 സിനിമകൾ അടുപ്പിച്ച് മോശമായാൽ 4ാമത്തെ സിനിമയ്ക്ക് ടേക്കേഴ്സ് ഉണ്ടാവില്ല. അതല്ല, ഈ 10 to 5 is a safety area. അല്ല, 10 to 5 is what I meant is the predictability of it. ഇന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നാളത്തെ ജോലി എന്താണെന്ന് ഓൾറെഡി അറിയാവുന്ന ഒരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ആ പ്രഡിക്റ്റബിലിറ്റിയോട് എനിക്ക് അതിൽ സേഫ്റ്റി കണ്ടെത്തുക, അതിലൊരു സുഖം കണ്ടെത്തുന്നവർ ഒരുപാട് പേരുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ലൈഫ് വിൽ ബി വെരി ഓർഗനൈസ്ഡ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വളരെ ഓർഗനൈസ്ഡ് പ്രഡിക്റ്റബിൾ ലൈഫിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻട്രൻസ് ഒന്നും എഴുതിയില്ല. ആകെ ഒരു എൻട്രൻസ് എഴുതിയുള്ളൂ, വിച്ച് വാസ്. പ്രേക്ഷകരെ, പൃഥ്വിരാജ് പറയുന്നത് ഒരു പ്രശസ്തരായിട്ടുള്ള തത്വചിന്തകർ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടാവും. എവരി റൊട്ടീൻ ഈസ് എ കോംപ്രമൈസ് ഓൺ യുവർ ക്രിയേറ്റിവിറ്റി. അതല്ലേ ഉദ്ദേശിച്ചത്? ആക്ച്വലി